ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് വഴുതനങ്ങ മോരുകറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു വഴുതനങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ വഴുതനങ്ങ കേട്ടോ. അതിലേക്ക് ഒരല്പം ഉപ്പും 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു 5-10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ ഒരല്പം ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി വഴുതനങ്ങ ഫ്രൈ ചെയ്യാനായിട്ട് ഒരല്പം വെളിച്ചെണ്ണ മാത്രം എടുത്താൽ മതി കേട്ടോ. അതിലേക്ക് നമ്മൾ ഓരോ വഴുതനങ്ങയായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ടിട്ടൊന്ന് വേവിക്കുക കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വഴുതനങ്ങ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തൈരിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കാനായിട്ട് ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർക്കുക കേട്ടോ. നേരത്തെ വഴുതനങ്ങ പൊരിച്ച ആ വെളിച്ചെണ്ണയിലേക്കാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരല്പം കടുകും കറിവേപ്പിലയും ഒരു വറ്റൽമുളകും കുറച്ച് ചെറിയുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മളെ വഴുതനങ്ങയും മോരൊക്കെ ഉള്ളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈസി ആയിട്ടുള്ള വഴുതനങ്ങ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.